ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ എല്ലാവരെയും സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലാലി മുട്ടാർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലപ്പച്ചായൻ 71 വർഷക്കാലം നമ്മോടൊപ്പം ഈ ലോകത്തിൽ നല്ലൊരു സഹോദരനായിട്ട്, നല്ലൊരു സുഹൃത്തായിട്ട്, നല്ലൊരു അപ്പനായിട്ട്, ജീവിത പങ്കാളിയായിട്ട് ഒക്കെ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ട് ഇന്ന് യാത്രയാവുകയാണ്. യാത്ര എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേദനാജനകം തന്നെയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും വന്ന് തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുന്ന ലാലപ്പച്ചായൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ കൂടെ ജീവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് വേദനാജനകം തന്നെയാണ്. നമുക്കുമറിയാം തിരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ് എന്ന്. ഈ അവസരത്തിൽ ജീവിത പങ്കാളിയായ കുഞ്ഞുമോൾ ടീച്ചർക്കും, ലിജുവിനും, ലിജുവിൻ്റെ ഭാര്യ എമിലിക്കും, ലൈജു അച്ഛനും, ഇവിടുത്തെ കൊച്ചുമക്കൾക്കും, സഹോദരങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം വലിയൊരു തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഇപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നത്, ഓർക്കാപ്പുറത്തുണ്ടായിരിക്കുന്നത്. പള്ളിയുടെ എല്ലാ സംഘടനകളിലും പിതൃവേദി, മൂന്നാം സഭ, ജാസ്, വിവാഹ സഹായം, മരണാനന്തര സഹായം, കൈക്കാരനായിട്ട്, പാരിഷ് കൗൺസിൽ മെമ്പറായിട്ട്, വിൻസെൻ്റ് ഇപ്പോളിൽ, ഇങ്ങനെ എല്ലാ സംഘടനകളിലും ഒത്തിരിയേറെ അധ്വാനിച്ചാണ് ഇന്ന് ഈ ലാലപ്പച്ചായൻ കടന്നു പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരുബാല സഖ്യത്തിലും മിഷൻ ലീഗിലും യുവദീപ്തിയിലും ഒഴികെയുള്ള എല്ലാ സംഘടനകളിലും അദ്ദേഹം ഒത്തിരിയേറെ അധ്വാനിച്ചു. തിരുബാല സഖ്യത്തിലില്ലെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി നീങ്ങുന്ന ചാച്ചപ്പച്ചായനെയാണ് പലപ്പോഴും എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തിരുബാല സഖ്യത്തിലായിക്കൊള്ളട്ടെ, മിഷൻ ലീഗിലായിക്കൊള്ളട്ടെ, എവിടെയും ഒരു സഹായം ചോദിച്ചാൽ നിസ്വാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നവർ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നാൽ കഴിയുന്ന രീതിയിൽ അക്ഷീണം ആ പരിപാടി വിജയിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ലാലപ്പച്ചായനെയാണ് കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എന്നും വിശുദ്ധ കുർബാന അർപ്പണം, അതായിരിക്കാം ലാലപ്പച്ചായന് വലിയൊരു ശക്തി കൊടുത്തിരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇടവകയ്ക്ക് 3 ചാപ്പലുകളുണ്ട്. ഈ പടിഞ്ഞാറേ ചാപ്പൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാപ്പലായിട്ടാണ് അറിയപ്പെടുന്നത്. കുടുംബത്തിന് പോലും കൊടുക്കില്ല. വലിയൊരു ശക്തിയാണ്, എൻ്റെ ശക്തിയാണ് ഈ ചാപ്പൽ എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ തിരുനാളിന് ശേഷം, മൂട്ടുനേർച്ചയ്ക്ക് ശേഷം ഈ ലാലപ്പച്ചായൻ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഇവിടെ കടത്തണം എന്ന്. തീർച്ചയായും ഈ വിലാപയാത്ര ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ആ ചാപ്പലിൽ അല്പസമയം നമ്മൾ ഈ മൃതശരീരം അവിടെ കയറ്റുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലാലപ്പച്ചായൻ ഒരു നിമിഷ കവിയാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഇരുന്നു കൊണ്ട് ഒരു കവിത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. ആ ഷോർട്ട് ഫിലിം രൂപതയിലെ ഫസ്റ്റായിട്ട് കിട്ടി എന്നുള്ളതും ഈ അവസരത്തിൽ ഞാൻ പറയുവാനായിട്ട് സന്തോഷിക്കുകയാണ്. അതും അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു, ഒരു ദിവസം നമുക്കത് നമ്മുടെ ഇടവകയിൽ ഒന്ന് കാണിക്കണം എന്ന്. അതിപ്രാവശ്യം നമ്മുടെ ഇടവക ദിനത്തിൽ അതും കാണിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ചാസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടവക ദിനത്തിൽ ഒരു വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ ഒരു കോലുകളി ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ
ഏറ്റവും മുന്നിട്ടിറങ്ങുന്നത് ലാലപ്പച്ചായനാണ്. ആ കോലുകളിക്കായിക്കൊള്ളട്ടെ, നമ്മുടെ അവിടുത്തെ ആ ഇടവക ദിനത്തിന് ശേഷം പല രംഗങ്ങളിലും, പല മേഖലകളിലും, പല സ്ഥലങ്ങളിൽ പോയി ഇവരുടെ നേതൃത്വത്തിൽ അത് നടത്തുവാനായിട്ടൊക്കെ സാധിച്ചു എന്ന് പറയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വഞ്ചിപ്പാട്ടാണെങ്കിലും പൂനെയിലെ സഹോദരങ്ങളുള്ള ആ പള്ളിയിൽ പോലും അവതരിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇടവകാന്തം, ഒപ്പം നമ്മുടെ തുടക്കത്തിൽ ഇടവകയുടെ കൊയർ, നമുക്കറിയാം ഹാർമോണിയമൊക്കെ വെച്ച് വായിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഹാർമോണിയമൊക്കെ വെച്ച് വായിച്ചുകൊണ്ട് ആ ദൈവാലയത്തിലെ കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമാക്കി വിടുവാനായിട്ട് അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളി, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും ഇതുപോലെ എല്ലാ സംഘടനകളിലും, സൺഡേ സ്കൂളിലും എല്ലാം എടുക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിനും അതുപോലെ തന്നെ സഭയ്ക്കും ഒരു തീരാ നഷ്ടമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശാരീരികമായ സാന്നിധ്യം ഇനിയും നമ്മോടൊപ്പം ഉണ്ടാകില്ല എങ്കിലും ആത്മീയമായ ഒരു സാന്നിധ്യം, ആ ലാലപ്പച്ചാൻ്റെ മാധ്യസ്ഥം ഇനിയും നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഒന്നിനും യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്നുള്ളതും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ഭവനത്തിനുണ്ടായ ആ നഷ്ടത്തെക്കാളുപരി ഈ ഇടവകയ്ക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തിനും വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ അറിയിക്കുകയാണ്. 71 വർഷം കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തൊട്ട സ്പർശിച്ച ഒരു വ്യക്തിത്വമാണ് ലാലപ്പച്ചായൻ്റേത് എന്ന നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ സിനിമാ രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക വള്ളംകളി, എന്തിന് നമ്മുടെ കൈതത്തോട് ജലോത്സവത്തിൽ ചീഫ് കോർഡിനേറ്റർ കൂടിയായി അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് വോളിബോൾ താരമായിട്ട് അധികം വിലസിയ ആ കാലത്തും അന്ന് കിട്ടിയ ആ വോളിബോളിനുള്ള താല്പര്യമായിരിക്കാം ഇന്നും നമ്മുടെ ഈ ഇടവകയിൽ, നമ്മുടെ സ്കൂൾ ക്യാമ്പസിൽ ഇപ്പോഴും വലിയൊരു വോളിബോൾ ടീം കളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ലാലപ്പച്ചാൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. അത് ഇവിടെയുള്ള ആൾക്കാരല്ല, പുറത്തുനിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ വരുന്ന ഇവരുടെ പ്രായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിലെയും നമ്മൾ ഈ മൃതശരീരം ഒന്ന് കടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടറായിട്ട് വിരമിച്ചതിന് ശേഷവും ഈ നാടിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച വലിയൊരു വ്യക്തിത്വമാണ്. അതിനിടയിലും ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലും സ്കൂളിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്രാവശ്യം നമ്മുടെ കലോത്സവത്തിലൊക്കെ കുട്ടികളെ നാടകം പഠിപ്പിക്കുവാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. ആ നാടകത്തിന് നമുക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ തിരക്കിട്ട ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ദൈവത്തെ കൈവിട്ടിട്ടില്ല. പള്ളിയിൽ ലാലപ്പച്ചാനില്ലാത്തൊരു കുർബാന ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. എന്നും നേരത്തെ തന്നെ സമയത്ത് എത്തി പൂർണ്ണമായിട്ട് ആ പൂർണ്ണ ബലിയിൽ പങ്കെടുത്തിട്ട് പോകുന്ന ലാലപ്പച്ചാനെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. ദൈവത്തെ തൊട്ട ഒരു ജീവിതമാണ് അവിടുത്തെ. ആ ഒരു ദൈവവിശ്വാസമാണ് അദ്ദേഹത്തെ എന്നും നടത്തിയത്. നമുക്ക് ദൈവം ഈ ലോകത്തിൽ തന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരംശം അദ്ദേഹം വിശ്വസ്തയോടുകൂടി തന്നെ കൊടുത്തു എന്ന് വേണം എനിക്ക് പറയുവാനായിട്ട്. അതുകൊണ്ടായിരിക്കാം തനിക്ക് തന്ന 2 മക്കളിൽ ഒരാളെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിട്ടുകൊടുത്തത്. ഇന്ന് ലൈജു അച്ഛൻ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പല മേഖലകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്തോ ദൈവിക ശക്തി ലാലപ്പച്ചായനിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ന് ലാലപ്പച്ചായൻ നമ്മെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മരണം നമ്മോട് എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത് എന്നാണ് ഈ ലാലപ്പച്ചായൻ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്ര വെറുപ്പും വിദ്വേഷവുമായിട്ട് നമ്മളൊക്കെ കഴിയുന്നത്? എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ലാലപ്പച്ചായൻ മൂകമായ ഭാഷയിൽ. ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിട്ട് കടന്നു പോകുമ്പോൾ
ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്ന് നമ്മളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. നമ്മളോട് പ്രാർത്ഥന യാചിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഈ ലോകത്തിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ യാത്രയിൽ, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങൾ ദുഃഖിക്കുകയല്ല, മറിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അവിടുത്തേക്ക് നമ്മോട് പറയുവാനായിട്ടുള്ളത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പും, ഏകദേശം മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അവിടെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ചാസിൻ്റെ കണക്കുകൾ പൂർണ്ണമാക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വരികയും ഒരു അരമണിക്കൂർ കഴിയുന്നതിന് മുൻപ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടുന്ന് ഓടി അവിടെ ചെല്ലുമ്പോൾ കണ്ണടച്ചു കിടക്കുന്ന ലാലപ്പച്ചാനെയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഒന്നിച്ച് ഞങ്ങൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്, പല മീറ്റിങ്ങുകളിലും ഇരുന്നിട്ടുണ്ട്. അവിടെയൊക്കെ എപ്പോഴും തൻ്റെ അസ്വസ്ഥതകൾ മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ട് പോകുന്ന ലാലപ്പച്ചാനെയാണ് കാണുവാനായിട്ടുള്ളത്. പലപ്പോഴും തമാശ ആയിട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ കൃത്യസമയത്ത് വീട്ടിലെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയും, മോളെ നീ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട, ഞാൻ വരുമ്പോൾ അല്പം താമസിക്കും. തമാശ ആയിട്ട് പറയും, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഫ്രിഡ്ജിലുണ്ട്, പാല് കാച്ചി അവിടെ വെച്ചിട്ടുണ്ട്, നീ എന്നെ നോക്കിയിരിക്കേണ്ട, നീ അതെടുത്ത് കഴിച്ചുകൊള്ളണമെന്ന് തമാശ രൂപത്തിൽ ഒക്കെ പറഞ്ഞു പോകുന്ന ഒന്നല്ല പല പ്രാവശ്യം ഇത് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആ സ്നേഹം അദ്ദേഹത്തിൽ നിന്നും വറ്റിയവരാണ് നമ്മളെല്ലാവരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹമൊക്കെ നമ്മുടെ ഇന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാലും എന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, യുദ്ധം ജയിച്ചു വന്ന യോദ്ധാവിനെ പോലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന ലാലപ്പച്ചായൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അവിടുന്ന് സന്തോഷത്തോടു കൂടി നമ്മളോട് യാത്ര പറഞ്ഞ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. നല്ല ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല ഒരു യാത്രയയപ്പ് നമുക്ക് ആ ലാലപ്പച്ചായന് കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.